ഹലോ, വെൽക്കം ടു ലൈൻ ആൻഡ് ക്ലിയർ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ശാകുന്തളം എന്ന് പറയുന്ന പാഠത്തിലെ ആക്ടിവിറ്റീസാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ബോക്സാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഇതിൽ ക്യാരക്ടേഴ്സിനെ കാണാം, ദെൻ ഡയലോഗ് എന്നുള്ള ബോക്സ് കാണാം, ദെൻ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഓരോ ക്യാരക്ടറും പറയുന്ന ഡയലോഗ്സ് ഇവിടെ എടുത്ത് എഴുതുക. അതേപോലെ തന്നെ അവർ ഏത് കോണ്ടെക്സ്റ്റിലാണ്, മീൻസ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കോളത്തിൽ നമുക്ക് കൊടുക്കാനുള്ളത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ദുഷ്യന്ത മഹാരാജാവിൻ്റെ ഡയലോഗാണ് അല്ലേ. എന്താണ് ഡയലോഗ്? ഹീസ് നെക്ക് ഇൻ ബ്യൂട്ടി ബെൻസ് ആസ് ബാക്ക്വേർഡ് ലുക്സ് ഹീ സെൻസ്. ഇത് എപ്പോഴാണ് പറയുന്നത്? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? ആ കോണ്ടെക്സ്റ്റ് അറിയിച്ച് നോക്കൂ. ആ ഡിയർ ഇങ്ങനെ ഓടുന്ന സമയത്ത് ആ ഡിയറിന് മനോഹരമായ ആ ഭംഗിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാജാവ് ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ എന്താ? ഡു യു നോട്ടീസ് വൈ ഹിയർ എ ഗ്രെയിൻസ് ഡ്രോപ്ഡ് ഫ്രം ദി ബിൽസ് ഓഫ് പാരറ്റ് ചീക്സ് ബിനീത്ത് ദ ട്രീസ് എന്ന് പറയുന്ന ഈ ഡയലോഗ് അല്ലേ. ഇത് കാണിക്കുന്നത് എന്താ? ആ ഒരു ഹെർമിറ്റേജിൻ്റെ സറൗണ്ടിങ്സ്, അതിൻ്റെ പ്യൂരിറ്റി, അതിൻ്റെ പീസ്, സമാധാനം, അതിനെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, എവിടെയാണ് ഓർമ്മയുണ്ടല്ലോ, ലാസ്റ്റ് ഭാഗത്ത് ചാരിറ്റിയറോട് നമ്മൾ കിങ് ദുഷ്യന്ത പറയുന്ന ഡയലോഗാണിത്. ദ നെക്സ്റ്റ് വൺ ഹെർമിറ്റ്സിൻ്റെ ഡയലോഗാണ്. ഓ കിങ്, ദിസ് ജി ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ് ആൻഡ് മസ്റ്റ് നോട്ട് ബി കിൽഡ്. ഓക്കെ, ആ ഹെർമിറ്റ്സ് വന്നിട്ട് രാജാവിനോട് വാണി കൊടുക്കുന്ന ഒരു മൊമെൻ്റാണത് അല്ലേ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അവരുടെ കമ്പാഷൻ, അതേപോലെ തന്നെ ആ ഡിയറിൻ്റെ കാര്യത്തിൽ അവരെന്താണ് കൺസേൺ ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ വൈ ഷുഡ് ഹിസ് ടെൻഡർ ഫോം എക്സ്പയർ ആസ് ബ്ലോസം പെറിഷ് ഇൻ ദ ഫയർ. തീയിൽ മീൻസ് പൂക്കൾ കത്തിയമരുന്ന പോലെ എന്തിനാണ് ഈ ടെൻഡർ ഫോമിനെ നിങ്ങൾ ഇല്ലാതെയാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അവരുടെ എല്ലാ ലിവിങ് ക്രിയേച്ചറോടുള്ള ഒരു സ്നേഹമാണ് അല്ലേ. നോൺ വയലൻസ് എന്നുള്ള വിശ്വാസമാണ് ഇവിടെ നമുക്ക് ഹെർമിറ്റ്സ് നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മറ്റൊന്ന് ശാകുന്തള പറയുന്ന ഡയലോഗാണ്. ഐ ഫീൽ ലൈക്ക് യുവർ റിയൽ സിസ്റ്റർ ടു ദം. എനിക്ക് അവർ ശരിക്കും ഒരു സ്വന്തം പെങ്ങളെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. കാണിക്കുന്നത് എന്താ? അവളുടെ സിസ്റ്റർലി അഫെക്ഷൻ ആണ് അല്ലേ. ആ മരത്തിനോടുള്ള സിസ്റ്റർലി അഫെക്ഷനാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ദെൻ അതേപോലെ മറ്റു ഡയലോഗ് നോക്കൂ. ഓ ഗേൾസ്, ദാറ്റ് മാംഗോ ട്രീ ഈസ് ട്രൈയിങ് ടു ടെൽ മീ സംതിങ് വിത്ത് ഹിസ് ബ്രാഞ്ചസ് ദാറ്റ് മൂവ് ഇൻ ദ വിൻഡ് ലൈക്ക് ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. അവൾ പറയുന്നത് ശരിക്കും അവളുടെ ആ ഒരു സെൻസാണ് കാണാൻ വേണ്ടി പറ്റും. നേച്ചർ അവൾ സംസാരിക്കുന്നുണ്ട്. സെൻസ് ദാറ്റ് നേച്ചർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ഹെർ എന്നുള്ള ആ ഒരു സാധനമാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ ഓരോ ആളുകളുടെയും ഡയലോഗ്സും അതിന് കോൺടെക്സ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇഫ് യു വാണ്ട് യു ക്യാൻ കോപ്പി ഇറ്റ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തിലേക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിങ് ദുഷ്യന്തയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. ഓക്കെ, ദുഷ്യന്തയുടെ ആ ഒരു ബിഹേവിയറൊക്കെ വെച്ചിട്ട് ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂളിലും ഈ ഒരു ആക്ടിവിറ്റി കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ഇതിൻ്റെ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ ഞാൻ നൽകുന്നുണ്ട്. കിങ് ദുഷ്യന്ത ഇസ് പോർട്രേറ്റ് ആസ് എ ബ്രൈവ്, നോബിൾ, കമ്പാഷനേറ്റ് റൂളർ. വളരെ ബ്രൈവായിട്ടുള്ള, ധൈര്യശാലിയായിട്ടുള്ള, ഒരു നോബിൾ ആയിട്ടുള്ള, കമ്പാഷനേറ്റ് റൂളർ ആയിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ദ ബിഗിനിങ്, തുടക്കത്തിൽ ഹി അപ്പിയേഴ്സ് ആസ് എ സ്കിൽഡ് ഹണ്ടർ അല്ലേ. തുടക്കത്തിൽ നല്ല സ്കിൽഡ് ആയിട്ടൊരു ഹണ്ടറായിട്ട് കാണാൻ വേണ്ടി പറ്റും. എനർജറ്റിക് ആണ്, ഡിറ്റർമൈൻഡ് ആണ്. വൈൽ ചേസിങ് ദ ആ ഡിയറിനെ മീൻസ് ഫോളോ ചെയ്യുന്ന സമയത്ത്, ചേസ് ചെയ്യുന്ന സമയത്ത് വളരെ എനർജറ്റിക് ആയിട്ട്, ഡിറ്റർമൈൻഡ്, എങ്ങനെയായാലും പിടിക്കണം എന്നുള്ള ഒരു ഒരു വാശിയോട് കൂടിയിട്ട് പോരാടുന്ന ഒരു സ്കിൽഡ് ഹണ്ടറായിട്ട് നമുക്ക് രാജാവിനെ കാണാൻ വേണ്ടി പറ്റും. പിന്നെയാണ് അയാളുടെ യഥാർത്ഥ നേച്ചർ മനസ്സിലാവുന്നത് അല്ലേ. ഹൗ ഹിസ് ട്രൂ നേച്ചർ ഈസ് റിവീൽഡ്. അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നു. വെൻ ഹി ഇമ്മീഡിയറ്റ്ലി ലിസൺസ് ടു ദ ഹെർമിറ്റ്സ് ആൻഡ് സ്പൈസ് ദ ഇന്നസെൻറ്റ് അനിമൽ. ആ ഇന്നസെൻ്റായ അനിമലിൻ്റെ ജീവിതം അസ്പയർ ചെയ്തിട്ട് അല്ലേ, ആ ഹെർമിറ്റ്സിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അയാളുടെ യഥാർത്ഥ ഭാവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദിസ് ഷോസ് ഹിസ് റെസ്പെക്ട് ഫോർ ഹോളി മെൻ ആൻഡ് ഹിസ് സെൻസ് ഓഫ് ജസ്റ്റിസ് അല്ലേ. ഇതിലൂടെ നമുക്ക് എന്താണ് അയാളുടെ സെൻസ് ഓഫ് ജസ്റ്റിസ് എന്താണ്, അതേപോലെ തന്നെ ഹോളി മെന്നിനോട് അദ്ദേഹത്തിൻ്റെ റെസ്പെക്റ്റ് എന്താണ്, ഇതെല്ലാം നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ദെൻ അയാൾ എന്താണ് ഒബ്സർവൻറ്റ്, സെൻസിറ്റീവ് ആണ് അല്ലേ. ഈസ് ഓൾസോ ഒബ്സർവൻറ്റ് ആൻഡ് സെൻസിറ്റീവ്. നന്നായി ഒബ്സർവ് ചെയ്യുന്ന ഒരു സെൻസിറ്റീവായ ആളാണ് അദ്ദേഹം എന്ന് പറയുന്നത്. നോട്ടീസിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ആൻഡ് ദ പീസ്ഫുൾനെസ് ഓഫ് ദ ഹെമിറ്റേജ്. ആ ഹെമിറ്റേജിൻ്റെ ആ സമാധാനപൂർവ്വമായ അന്തരീക്ഷം, അതേപോലെ ആ പ്രകൃതിയുടെ ഭംഗി എല്ലാം അദ്ദേഹം നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഹിസ് വേർഡ്സ് ഷോ പോയറ്റിക് ഇമാജിനേഷൻ ആൻഡ് യുവർ റിഫൈൻഡ് പേഴ്സണാലിറ്റി അല്ലെ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു പോയറ്റിക് ഇമാജിനേഷൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു റിഫൈൻഡ് ആയിട്ടുള്ള വ്യക്തിത്വം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ദുഷ്യന്താസ് ഡിസിഷൻ നോട്ട് ഡിസ്റ്റർബ് ദ ഹെമിറ്റേജ് റിവീൽസ് ഹിസ് ഹ്യൂമിലിറ്റി ആൻഡ് ജെന്റിൽനെസ് അല്ലെ.
അതെന്താണ് ഒരിക്കലും ആ ഹെർമിറ്റേജിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നു. അതിലൂടെ കാണാൻ പറ്റുന്നതാണ് ഹിസ് ഹ്യൂമിലിറ്റി ആൻഡ് ജെൻറ്റിൽനെസ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു മാന്യമായിട്ടുള്ള ഒരു ബിഹേവിയറാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അത് മാത്രമല്ല ഒരു ഹ്യൂമിലിറ്റി അല്ലേ. ഹ്യൂമിലിറ്റി എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വിനയം അല്ലെങ്കിൽ ഒരു വണക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ആ ഒരു മഠത്തിനോടും ഈ ആശ്രമത്തോടും അവിടെയുള്ള ആളുകളോടുള്ള ഒരു വിനയം, ഈ വണക്കമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് മാത്രമല്ല വെൻ ഹി മീറ്റ്സ് ശകുന്തള ദേവിയെ കാണുമ്പോൾ ഹിസ് അഡ്മിറേഷൻ ഇസ് പ്യൂർ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ, റിഫ്ലക്റ്റിംഗ് ഹിസ് റൊമാൻറ്റിക് ഇറ്റ് ഓണറബിൾ നേച്ചർ. ഓക്കെ, സോ അങ്ങനെയാണ് അത് വായിക്കേണ്ടത്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തത് കേട്ടോ. സോ അവിടെ ശകുന്തള ദേവിയെ കാണുന്ന സമയത്ത് അദ്ദേഹം എന്താവുന്നുണ്ട്, ആ റെസ്പെക്റ്റ് ചെയ്യുന്നത് അല്ലേ. വളരെ പ്യുവറായിട്ട് ഒരു റെസ്പെക്ട്ഫുൾ ബിഹേവിയർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് മാത്രമല്ല മീൻസ് ശകുന്തള ദേവി അദ്ദേഹം എന്താവുന്നുണ്ട്, അഡ്മയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവരോട് അല്പം ഒരു റൊമാൻറ്റിക് ആയൊരു മീൻസ് ഒരു നേച്ചറും ഒരു ബിഹേവിയർ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓവറോൾ പറഞ്ഞാൽ ദുഷ്യന്ത് ഈസ് ഡെപിക്റ്റഡ് ആസ് ദ ഐഡിയൽ കിങ്. ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ഐഡിയൽ കിങ് ആയിട്ട് നമുക്ക് ദുഷ്യന്ത മഹാരാജാവിനെ കാണാൻ വേണ്ടി പറ്റും. ബ്രേവ് ഇൻ ആക്ഷൻ ഭയങ്കര ബ്രേവാണ്, ധൈര്യശാലിയാണ്. കൈൻഡ് ഇൻ ഹാർട്ട്, മാനസികമായി വളരെ ദയുള്ള കരുണയുള്ള ആളാണ് അദ്ദേഹം. ആൻഡ് ഗൈഡ് ബൈ വിസ്ഡം ആൻഡ് കമ്പാഷൻ. അയാൾ മുന്നോട്ട് നയിക്കുന്നത് വിസ്ഡവും കമ്പാഷനുമാണ് മുന്നോട്ട് നയിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണ്, മീൻസ് ഒരു അതർ സ്റ്റേറ്റിൽ പോയിട്ട് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ അവസരം കിട്ടുന്നു. സോ ഈ ശകുന്തളം അവരുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങൾ വായിച്ചോളൂ മക്കളെ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് അവർ ഒരവസരം നൽകുന്നു. നിങ്ങൾ അവരോട് ഒന്ന് സംവദിക്കുന്നു, അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. സോ എങ്ങനെയായിരിക്കും നിങ്ങൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് പറയാൻ പറ്റും, വെരി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് യു ടു ശകുന്തളം, ഫേമസ് സാൻസ്ക്രിറ്റ് പോയറ്റ് റിട്ടൺ ബൈ കാളിദാസ് അല്ലേ. പ്രശസ്തമായ സംസ്കൃത എഴുത്തുകാരൻ കാളിദാസൻ എഴുതിയിട്ടുള്ള യുവക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഓവറോളായ കാര്യമാണ് പറയുന്നത് അല്ലേ. അദ്ദേഹം ആരാണ്, ക്ലാസിക്കൽ ഡ്രമാറ്റിസ്റ്റിൽ പെടുന്ന ഒരാളാണ് എന്ത്, കാളിദാസൻ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ലവ് സ്റ്റോറി ഓഫ് കിങ് ദുഷ്യന്ത ആൻഡ് ശകുന്തള ആൻഡ് ദ ഫോസ്റ്റർ ഡോട്ടർ ഓഫ് കൻവ മഹർഷിയുടെ ഫോസ്റ്റർ ഡോട്ടർ, ദത്തുപുത്രിയായിട്ടുള്ള ശകുന്തളാദേവിയും കിങ് ദുഷ്യന്തും തമ്മിലുള്ളൊരു ലവ് സ്റ്റോറിയാണ് നാടകം എന്നാണ് പറയേണ്ടത് അല്ലേ. ഇങ്ങനെ പറയുന്ന സമയത്ത് ആളുകൾക്ക് വായിക്കാൻ ടെൻഡൻസി കൊടുക്കും. ശരിക്കും ഇത് ലവ് സ്റ്റോറി തന്നെയാണ്. ലാസ്റ്റ് ഭാഗത്ത് നമുക്കത് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് അത്രമാത്രം പഠിക്കാനില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇതിലെന്ത് മാത്രമല്ല പറയുന്നത്, അതിൽ റൊമാൻസ് ഉണ്ട്, നാച്ചുറൽ ഉണ്ട്, സ്പിരിച്വാലിറ്റി ഇല്ലേ. ഇറ്റ്സ് നോൺ ഫോർ ഇറ്റ്സ് ബ്ലെൻഡ് ഓഫ് റൊമാൻസ്, നാച്ചുറൽ, സ്പിരിച്വാലിറ്റി. ഇതിലൊക്കെ എന്താണ് വളരെ ഫേമസ് ആണ്. ഇതുകൊണ്ട് ഫേമസ് ആണ്. ഇറ്റ് ബിഗിൻസ് വിത്ത് എ ഹണ്ടിങ് സീനിലൂടെയാണ് നാടകം ആരംഭിക്കുന്നത്. മോസ്റ്റ് പീസ്ഫുൾ ഹെർമിറ്റേജ് വേർ ദുഷ്യന്ത മീറ്റ്സ് ശകുന്തള ആൻഡ് ലേറ്റർ ഷോ ഹൗ ലവ് സെപ്പറേഷൻ ആൻഡ് ഡിവൈൻ ഇൻ്റർവെൻഷൻ ബ്രിങ് ദം ടുഗദർ അഗെയിൻ അല്ലേ. കാണിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഹണ്ടിങ് സീനിലൂടെ തുടങ്ങുന്നു, ദെൻ ഒരു ഹെർമിറ്റേജിലേക്ക് എന്താവുന്നു പോകുന്നു, അവിടെ വെച്ച് ദുഷ്യന്ത ശകുന്തളാദേവിയെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, പിരിയുന്നു, വീണ്ടും എന്താവുന്നു ഒരുമിക്കുന്നു. ഓക്കെ, ഇഷ്ടപ്പെടുന്നു, വീണ്ടും ഒരുമിക്കുന്നു, പിരിയുന്നു നമുക്ക് പഠിക്കാനില്ല, പക്ഷെ ആ പ്ലേ ഓൾ ഇൻ ഓൾ ഉണ്ട്. ദെൻ ഒരു തിയേറ്ററിക്കൽ ടെക്നിക്ക് വെച്ച് പറയുകയാണെങ്കിൽ പക്ക ഒരു നാച്ചുറൽ ഇമേജറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലിറിക്കൽ ഡയലോഗ്സ് ആണുള്ളത്, സ്പെഷ്യാലിറ്റിയാണ് ലിറിക്കൽ ഡയലോഗ് എന്നുള്ളത്. അതേപോലെ തന്നെ ഡ്രമാറ്റിക് ഐറണി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പറയണം. നോബൽ കിങ് ആണ്, ജെൻലായ ശകുന്തള എന്നുണ്ട്, വയസ്സായിട്ട് നല്ല ബുദ്ധിശാലികളായിട്ടുള്ള ഹെർമിറ്റ്സിനെ കാണാൻ വേണ്ടി പറ്റും. ദെൻ കളിക്കൂട്ടുകാരിയുണ്ട്. ഓക്കെ, ദെൻ അത് മാത്രമല്ല ഇവിടെ സെറ്റ് എന്ന് പറയുന്നത് റോയൽ കോർട്ടിൽ നിന്നും, രാജകീയമായ കോർട്ടിൽ നിന്നും ഒരു കാട്ടിലേക്ക്, ഒരു ഹെർമിറ്റേജിലേക്ക് പോകുന്നു. ഓക്കെ, സോ അവിടെ കാണിക്കുന്നത് ഒരു കോൺട്രാസ്റ്റ് ആണ്. ഒരു വേൾഡിലെ ഡ്യൂട്ടിയും ഒരു സ്പിരിച്വൽ പീസ് തമ്മിലുള്ളൊരു ഒരു കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇതൊരു ഓവറോൾ ലവ് സ്റ്റോറി എന്നതിനപ്പുറത്തായിട്ട് ഒരു ഹ്യൂമൻ ഇമോഷൻസിൻ്റെ, മോറൽ വാല്യൂസിൻ്റെ, നാച്ചുറുമായിട്ടുള്ളൊരു ഹാർമണിയുടെ സെലിബ്രേഷനാണ് ശരിക്കും ശാകുന്തളം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഈ ശാകുന്തളത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് കുറച്ച് ആളുകൾ എന്താവുന്നു, ഒരു ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അതിലേക്ക് ആൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഗൈഡ് ലൈൻസ് അല്ലേ. ഡോണ്ട് ലിറ്റർ ദ സറൗണ്ടിങ്സ്, യൂസ് ബിൻസ് പ്രൊവൈഡ്. ഇവിടെ മീൻസ് ചുറ്റുപാട് വൃത്തികേടാക്കരുത്. ലിറ്റർ മീൻസ് വേസ്റ്റ് നിക്ഷേപിക്കുന്നതിനാണ്, പ്ലാസ്റ്റിക് വേസ്റ്റ് നിക്ഷേപിക്കുന്നതാണ് ലിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദെൻ ഈ ഇക്കോ ടൂറിസം പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് മീൻസ് ആളുകൾ കൂടെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോഗ് തയ്യാറാക്കുകയാണ്.
ഓക്കെ, സോ ബ്ലോഗിലേക്ക് നമുക്ക് ഉൾപ്പെടുത്തേണ്ട കോണ്ടന്റുകൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് വിസ് ഐ ഇൻവൈറ്റ് ഫോർ ദ കോണ്ടന്റ് ഓഫ് എ ബ്ലോഗ് ഓൺ യുവർ ഇക്കോ ടൂറിസം പ്രോജക്ട് ഡെവലപ്പ് ദ കോണ്ടന്റ് ഫോർ ദ ബ്ലോഗ്. നമ്മളിവിടെ എന്താവുന്ന കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് മീൻസ് ഇൻ്റർനെറ്റിൽ നമ്മൾ എസ്സേസ് ആർട്ടിക്കിൾസ് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്ലോഗ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ട് പറയുന്ന ഡെഫിനേഷനാണത്. ഓൺലൈനിൽ നമ്മളുടെ എസ്സേസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എഴുതുന്ന ഒരു രീതിക്കാണ്, ആർട്ടിക്കിൾസ് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്ലോഗ് എന്ന് വിളിക്കുന്നത്. കൊറ്റിട്ട് ദെൻ ഇതാണ് നമ്മൾ എഴുതുന്ന ബ്ലോഗ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ബ്ലോഗ് തയ്യാറാക്കുന്നത്. അതിന് ഏറ്റവും ബ്രീഫ് ഫോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള. ടൈറ്റിൽ വേണം, എന്താണ് സാധനം എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയും വേണം. അതിന് സ്പെഷ്യാലിറ്റി എന്താണ്, അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അത് നിങ്ങൾക്ക് കാണാനും വേണ്ടി സാധിക്കും. ഓക്കെ, ദെൻ ഈ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ കഥയിൽ പറയുന്ന പോലെയുള്ള ഒരു മാവ്, ഇതിലെന്തുണ്ട്, ജാസ്മിൻ ഫ്ലവർ അല്ലേ, മുല്ലവള്ളിയും കാണാനും വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇത് വെച്ചിട്ട് ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ നാടകത്തിലെ ഡയലോഗ്സ് ആദ്യം എടുത്ത് എഴുതാനും വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ പ്രിയമത, അനസൂയ, ശകുന്തള 3 പേരും ഈ മരത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ആ മുല്ലവള്ളിയെക്കുറിച്ച് പറയുന്ന ഡയലോഗ്സ് ഞാൻ ഇവിടെ എടുത്ത് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നീട് പറഞ്ഞിട്ടുള്ളത് എന്താ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ചിത്രം നോക്കി നിങ്ങളുടേതായ ഒരു ഭാഷയിൽ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ കോപ്പി ഇറ്റ്, വാച്ച് ഇറ്റ്. ദെൻ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലാതെ കൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് മക്കളെ. ദെൻ ഒരു ക്വസ്റ്റ്യൻ നോക്കി, സ്റ്റോറി ബോർഡ്. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ എടുത്ത് ഒരു സ്ക്രീൻഷോട്ടാണ് ഇത്. സ്റ്റോറി ബോർഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്രെയിമിൽ എന്തൊക്കെ വേണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതിനൊരു ഔട്ട്ലൈനാണ് നമ്മളെന്ത് വിളിക്കുന്നത്, എ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. എ സ്റ്റോറി ബോർഡ് ഇസ് എൻ ഔട്ട്ലൈൻ ഓഫ് ദ ഷോർട്സ് ആൻഡ് ഫ്രെയിംസ് ഓഫ് എ വീഡിയോ. ഇറ്റ് ഇൻക്ലൂഡ്സ് എ സീരീസ് ഓഫ് ഇമേജസ് ദ റെപ്രസെൻറ്റ് ഈ ഷോട്ട് ഓഫ് ദി സ്റ്റോറി. ഓരോ ഷോട്ടിലും എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, മീൻസ് ചിത്രമൊക്കെ വരച്ച് ഒരു റഫായിരിക്കും, പക്ഷേ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റോറി ബോർഡ് എന്ന് വിളിക്കുക കേട്ടോ. ഈ ഒരു സ്റ്റോറി ബോർഡ് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ ഈ ശാകുന്തളം എന്നുള്ള പാഠത്തിൻ്റെ ലാസ്റ്റ് ബി അറ്റാക്സ് അല്ലേ, ഒരു ബി വന്ന് അറ്റാക്ക് ചെയ്യുന്ന സീൻ പറയുന്നുണ്ട്. സോ അവിടുന്ന് ആ മുല്ലവള്ളിയിൽ നിന്നും ബീസ് എന്താവുന്നു, എവിടെ നിന്ന് വരുന്നു, നേരെ ശകുന്തളാദേവി നേരെ പാറി വരുന്നു. സോ ശകുന്തളാദേവി തിരിഞ്ഞു നിന്നിട്ട് ഫ്രണ്ട്സിനോട് കാര്യങ്ങൾ പറയുന്നു. സോ ആ സമയത്ത് എന്താവും, അനസൂയ തിരിഞ്ഞു നിന്നിട്ട് ശകുന്തളാദേവിയോട് പറയുന്ന ആ ഒരു സീൻ കണ്ടോ. ഈ 3 സീൻ പറയുമ്പോൾ നമുക്ക് ആ വീഡിയോ എങ്ങനെ എടുക്കണം എന്നൊരു ധാരണ കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റോറി ബോർഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ഇതേപോലെ തന്നെ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മളെന്താണ്, ശകുന്തളം എന്നുള്ള ഈ ഒരു പാഠം ഒരു വീഡിയോ ആക്കി മാറ്റും, ഷോർട്ട് വീഡിയോസ് ആക്കി മാറ്റുകയാണ്. ഓക്കെ, ഈ 2 മിനിറ്റിൽ 2 മിനിറ്റ്സ് ഡ്യൂറേഷനുള്ള ഒരു ഷോർട്ട് വീഡിയോസ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മളെന്താവുന്ന പ്ലാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടും ഇതുപോലെ തന്നെ ഉള്ള ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കിയിട്ട് വീഡിയോ റെക്കോർഡിങ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ദാറ്റ്സ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നോക്കേണ്ടത് ക്യാരക്ടർ സ്കെച്ചാണ്, നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും എക്സാമിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ആൾ, ബൈ.